സ്ഥലത്തിന്റെ പേരാണ് എറണാകുളം മറൈൻ ഡ്രൈവ്. റോഡിന്റെ നടുവരെയിരുന്ന് കായല് നികത്തിയെടുത്ത സ്ഥലം. ഇനി ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബാക്കില് ഹൈക്കോടതി എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നതാണ്. ആക്ച്വലി ഹൈക്കോടതി ജംഗ്ഷൻ വാട്ടർ മെട്രോ സ്റ്റേഷനാണ്. നമ്മുടെ പ്രധാനമന്ത്രി മോദി സാബ് ഉദ്ഘാടനം ചെയ്തതാണ് അത്. ഫസ്റ്റ് കേരളത്തില്, സെക്കൻഡ് ഉത്തർപ്രദേശിലാണ്. ഇനി കേരളത്തിലെ ഹൈക്കോടതി മന്ദിരം നമുക്ക് പുറയിലേക്ക് നോക്കിയാൽ കഴിഞ്ഞാൽ കാണാം. ഇവിടെ നമസ്തേ മാതിരി രണ്ട് കൈ ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ നമസ്തേ മാതിരി രണ്ട് അപ്പാർട്ട്മെന്റ്സ് കാണാം. നേവി അപ്പാർട്ട്മെന്റ്സ് ആണ്. ആർമി വെൽഫെയർ ഓർഗനൈസേഷൻ ബിൽഡിംഗ് ആണ്. നടുക്ക് ആർമിയുടെയാണ്. അതിന്റെ പുറകില് കർഷക ബിൽഡിംഗ് കാണാം. അതിന്റെ തൊട്ട് പുറകിൽ റെഡ് കളർ ബിൽഡിംഗ് കാണാം. അതിന്റെ മുകളിൽ ദേശീയ പതാക പാറിപ്പറക്കുന്ന കാണാം. അതാണ് കേരളത്തിലെ ഹൈക്കോടതി മന്ദിരം. നോക്കുക, കണ്ണു തുറന്ന് നോക്കുക. കണ്ണട വേണോ? നോക്കിയ ദേശീയ പതാക മുകളിലുണ്ട്. കാറ്റില്ലാത്തോണ്ടൊന്ന് ഊതി കൊടുത്താൽ മതി, അപ്പൊ പാറിപ്പറന്നോളൂ. ഇനി സുരേഷ് ഗോപിയുടെ ഞാൻ കോളീഷൻ പരിപാടിയിൽ ഒരേ നിരയിൽ 3 പാലങ്ങൾ ബൈ ബസ് 4 hours. മൂന്നാറിലേക്ക് 4 മണിക്കൂർ വേണം. റൈറ്റ് സൈഡ് ഗോശ്രീ ബീച്ച്. ഗോശ്രീ മീനിങ് കൊച്ചി. എറണാകുളം ടു ബോൾഗാട്ടി ഐലൻഡ് ആൻഡ് വല്ലാർപാട് ഐലൻഡ്, ലാസ്റ്റ് എൻഡിങ് ഇൻ വൈപ്പിൻ ഐലൻഡ്. ചെറായ ബീച്ച്, കുഴിപ്പള്ളി ബീച്ച്, ലൈറ്റ് ഹൗസ് ആൻഡ് മുഴമ ബീച്ച്, അതെല്ലാം വൈപ്പിൻ ഐലൻഡിലാണ്. ചെറായ ബീച്ചിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മുങ്ങി കുളിക്കാം. വാട്ടർ സ്കൂട്ടർ ഫെസിലിറ്റി ഉണ്ട്, ലൈഫ് ഗാർഡും ഉണ്ട്. കൂടാതെ കുഴിപ്പള്ളി, അതിന്റെ ഇപ്പുറത്തെ ബീച്ചാണ് കുഴിപ്പള്ളി ബീച്ച്. കുഴിപ്പള്ളി ബീച്ചില് നമുക്ക് കടലിലേക്ക് കുറച്ച് നടക്കാവുന്ന ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. 120 രൂപ ഒരാൾക്ക്. 3 വയസ്സിന് താഴെയുള്ളവരെ കിട്ടില്ല. ലൈഫ് ജാക്കറ്റ് ഇട്ട് പിടിച്ചു പോയിക്കോളാം. കുഴിപ്പള്ളി ബീച്ച്, വൈപ്പിൻ ഐലൻഡില്. ഇവിടുന്ന് ചെറായിലേക്ക് ഈ ഭാഗത്തുനിന്ന് 22 കിലോമീറ്റേഴ്സ്, എറണാകുളത്തുനിന്ന് 24, 24 കിലോമീറ്റേഴ്സ്. വാനം വഴിക്ക് പോവാം. ബസ് സർവീസ് ഉണ്ട്. നിങ്ങൾക്ക് വാനോടെയും പോവാം. നിങ്ങളുടെ വീട് എവിടെയും മാഡം? കാസർഗോഡിലേക്ക് ആ വഴിക്ക്, കൊടുങ്ങല്ലൂർ വഴിക്കും പോവാം. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആലപ്പുഴയ്ക്കൊക്കെ പോവാം. അത് അവിടെ ചെല്ലുമ്പോൾ പറഞ്ഞുതരാം. ഈ വഴിക്കും പോവാം. ഇനി നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇരട്ട ടവർ കാണാം. അതാണ് 500 വർഷം, 500 years old. വല്ലാർപാടം സെന്റ് മേരീസ് ബസിലിക്ക ചർച്ച്, പോർട്ടുഗീസ് മെയ്ഡ്. 7ാം നിലയിലേക്ക് പോകാനായിട്ട് ലിഫ്റ്റ് സർവീസ് ഉണ്ട്. ലാംഗ്വേജ് പിന്നെ 500 വർഷം പഴക്കം പള്ളിയൊക്കെ വല്ലാർപാടം സെന്റ് മേരീസ് ബസിലിക്ക ചർച്ച്, വേളാങ്കണ്ണി മാതിരി ചർച്ച്, പോർട്ടുഗീസ് മെയ്ഡ്. കീഴിൽ നിന്ന് ടോപ്പ് സൈഡിലേക്ക് 7th ഫ്ലോറിലേക്ക് ലിഫ്റ്റ് സർവീസ് ഇറക്കാൻ. അപ്പൊ 7ാം നിലയിലേക്ക് ലിഫ്റ്റ് സർവീസ് ഉണ്ട്. അവിടുന്ന് അത് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ്. നമുക്ക് അവിടെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ആകാശം ക്ലിയർ ആണെങ്കിൽ 3 മലനിരകളും മലയാറ്റൂർ മലയും എല്ലാം കാണാം. ആകാശം ക്ലിയർ ആണെങ്കിൽ മാത്രം. റൈറ്റ് സൈഡ് ഫോറസ്റ്റ് ഏരിയ, ജംഗിൾ. ദിസ് പ്ലേസ് കോൾഡ് രാമൻതുരുത്ത്. തുരുത്ത് മീൻസ് വെരി സ്മോൾ ഐലാൻഡ്. ഫോറസ്റ്റ് നെയിം വിമലവനം. അപ്പൊ ഇതിൽ കുറച്ച് ആൾക്കാർ ഉള്ളിൽ താമസിക്കുന്നുണ്ട്. മുമ്പ് ഇലക്ഷനിൽ 8 പേർക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടി പോലീസ് സ്റ്റേഷൻ കൊടുത്ത സ്ഥലമാണ്. ടിവിയിൽ ന്യൂസ് പേപ്പറിലൊക്കെ വന്നിട്ടുള്ളതാണ്. കൂടാതെ PSC പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യവും ഇതായിരുന്നു. രാമൻതുരുത്ത്. അപ്പൊ ഇത് இங்க ராமன்துருத்து ஃபாரஸ்ட் நேம் விமலவனம். இங்க கொஞ்சம் ஆளுகள் இருக்க உள்ள. முன்னாடி எலெக்ஷன்ல 8 பேருக்கு വോട്ടിംഗ് പവർ, എലക്ഷൻ ടൈമിൽ വോട്ടിംഗ് പവർ എന്താ വെച്ചാൽ അവർക്ക് ഇങ്ങനെ ഉള്ള പോളിംഗ് ബൂത്ത് കൊടുത്തതാണ്. സിനിമ ഷൂട്ടിംഗ് ഏരിയ. ഞങ്ങൾ നോക്കിയ വെളുത്തിട്ട് ഒരാൾ അവിടെ ഇരിക്കുന്നതാണ്. വാച്ച്മാനാണ്, കൊക്ക്. വാച്ച്മാൻ
ദിവസവും വന്നു കഴിഞ്ഞാൽ കാണാം. പല മുമ്പ് 36 ഫാമിലിയാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ 5 ഫാമിലിയിൽ 15 പേര് താഴെയുള്ളൂ. അപ്പൊ മുന്നാടി ഇങ്ങനെ 36 ഫാമിലി இருந்தாச்சு. ഇപ്പൊ 5 ഫാമിലി 15 പേരുണ്ട്. ബാക്കിയെല്ലാം ഇങ്ങനെ ചേഞ്ച് പണിയാச்சு. അപ്പൊ മറ്റുള്ളവരെല്ലാം അവിടെ നിന്ന് മാറി. 1-2 പ്രാവശ്യം തീ പിടിച്ച് കത്തി അമർന്നു പോയിട്ട് വീണ്ടും കിളിർത്ത് വരണത്. അപ്പൊ മുമ്പ് ബോട്ട് സർവീസും വഞ്ചിയും വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പാലം വഴിക്കുള്ളിലേക്ക് വരാം. റൈറ്റ് സൈഡ് വല്ലാർപാടം ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ വിത്ത് ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട്. ഇതാണ് വല്ലാർപാടം തുറമുഖം കണ്ടെയ്നർ സർവീസ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇലക്ട്രിഫിക്കേഷൻ റെയിൽവേ ബ്രിഡ്ജ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. കണ്ടെയ്നർ സർവീസ് DP വേൾഡ് ദുബായ് പോർട്ട് വേൾഡ് കമ്പനിയാണ് പണിതിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് കുറച്ചു കാലത്തേക്ക് നടത്താൻ കൊടുത്തിരിക്കുന്നു. ചൈനീസ് മെയ്ഡ് ക്രൈൻസ് മുമ്പോട്ടും പുറകോട്ടും നീക്കാവുന്നതാണ്. ലിഥിയം പവർ. ഇനി നമുക്ക് ഡോൾഫിനെ കാണാം. പുറകിൽ നോക്കിയേ, ഡോൾഫിൻ ഉണ്ട് ഇവിടെ പുറകില്. അപ്പൊ ഞാൻ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തിയതാണ് കേട്ടോ. ഡോൾഫിൻസ് അത് കീഴെ പോയി ടച്ച് പണി മേലെ വരും. അപ്പൊ താഴെ പോയിട്ട് ഏറ്റവും അടിത്തട്ടി ചെന്ന് തട്ടിയിട്ട് മുകളിലേക്കായിരിക്കും പൊന്തി വരാം. നമുക്ക് അവിടെ പോകുമ്പോ ഇനിയും കാണാം. ഇങ്ങനെ വല്ലാർപാട് ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ ചൈനീസ് മെയ്ഡ് ക്രെയിൻസ് ആണ്. DP വേൾഡ് ദുബായ് പോർട്ട് വേൾഡ് കമ്പനിയാണ് പണിതിരിക്കുന്നത്. അവർക്ക് കുറച്ചു കാലത്തേക്ക് നടത്താൻ കൊടുത്തിരിക്കുന്നു. നമുക്ക് നോക്കാം കണ്ടെയ്നർ ഇറക്കണമെങ്കിൽ നോക്കിയ ഇനി കപ്പൽ കാലിയായിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ ആടാകുമ്പോൾ ആ ബ്രൗൺ കളർ വരെ വെള്ളത്തിന്റെ അടിയിലേക്ക് പോകും. ഇത് തൂത്തുക്കുടി മാലി പോർട്ട് കണ്ടെയ്നർ സർവീസ്. ഇങ്ങോട്ട് തൂത്തുക്കുടിയാ അതേ കണ്ടെയ്നർ. എല്ലാവരും ഒരു സൈഡിലേക്ക് പ്ലീസ് കീപ് ബാലൻസ്. ഒരു സൈഡിലേക്ക് പോലെ ആ ഭാഗത്തേക്ക് ചെരുവ് കൂടിയുണ്ട്. പ്ലീസ് കീപ് ബാലൻസ്. നമ്മളവര് നേവി, കോസ്റ്റ് ഗാർഡ്, CISF ഒക്കെ പോലീസൊക്കെ അവര് റഡാറിലും ക്യാമറയിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, ചിലപ്പോ അവർ 1000 രൂപയൊക്കെ ഫൈൻ അടിക്കും. ഇനി ഇത് പുതിയ ക്രെയിൻ നോക്കാം. 2 ആഴ്ച മുമ്പ് കപ്പലിൽ ചൈനയിൽ നിന്ന് കൊണ്ടുവന്നിറക്കിയ ഹൈ പവർ ക്രെയിനാണ്. 2 ഇവിടെ ഇറക്കി, 2 വിഴിഞ്ഞം പോർട്ടിലേക്ക് കൊണ്ടുപോയി. ചൈനീസ് മെയ്ഡ് ക്രെയിൻസ്. അപ്പൊ മുന്നാടി പിന്നാടി കൊണ്ടുപോകല, മുമ്പോട്ട് പോകോട്ട് നീക്കാവുന്നതാണ്. ഇതെല്ലാം ചിന്ന ഷിപ്പ്. ദിസ് ഷിപ്പ് രജിസ്റ്റേർഡ് ഇൻ സിംഗപ്പൂർ. ആ കപ്പൽ സിംഗപ്പൂർ രജിസ്റ്റേർഡ് ഷിപ്പാണ്. എന്റെ ബാക്കിൽ നോക്കിയേ, കണ്ട ഞാൻ ഇവിടുന്ന് എന്തൊക്കെയാണ് കൊണ്ടുപോകണം നോക്കാം. നമ്മുടെ ടീ, ഗ്രീൻ ടീ, കോഫി പൗഡർ, സീ ഫുഡ്സ്, ബസ്മതി റൈസ്, മുരിങ്ങയില പൗഡർ. തമിഴ്നാട് തിരുനെൽവേലി മുരിങ്ങയില പൗഡർ വരാം. അത് വിദേശത്തേക്ക് കയറ്റിയേക്കുന്നത്. വിദേശികൾക്ക് ചായയുടെയും കോഫിയുടെയും കൂടെ മിക്സ് ചെയ്ത് കുടിക്കാൻ. ആയുർവേദ മെഡിസിനാണ്. പിന്നെ കിച്ചസ് ഡ്രസ്സസ് ഡയറക്റ്റ് അമേരിക്ക. സേലം മാമ്പഴം ആൻഡ് അൽഫോൺസ മാമ്പഴം ഡയറക്റ്റ് ടു അമേരിക്ക. പിന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, കൊക്കനട്ട്, ടെൻഡർ കൊക്കനട്ട്, അങ്ങനെ കെമിക്കൽസ്, മെഷീനറീസ് and silver also exported to foreign countries, Dubai, European Union countries. അങ്ങനെ പലവിധ സാധനങ്ങൾ including weapons ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്.
ആ സമയത്ത് നേവി കൺട്രോളിലായിട്ട് വിടാം. വെപ്പൺസ് ആൾസോ ഇമ്പോർട്ടിംഗ് ഓർ ടൈം നേവി കൺട്രോളിലായി. പന്തപക്കം. അപ്പൊ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ വൈറ്റ് കളർ ഷിപ്പ് കാണാം, കോസ്റ്റ് ഗാർഡ് ഷിപ്സ്. റിയൽ കൊച്ചി 16 ലാംഗ്വേജസ് സ്പീക്കിംഗ്. 16 ഭാഷകളാണ് കൊച്ചിയിൽ സംസാരിക്കുന്നത്. അപ്പൊ മുമ്പ് പായ്ക്കപ്പലില് അറബികള്, ജൂതര്, പോർട്ടീസുകാര്, ഡച്ചുകാര്, ബ്രിട്ടീഷുകാര്, ചൈനക്കാര് വന്ന് സ്പൈസസും മറ്റും കയറ്റിക്കൊണ്ട് ഇടപെടുന്നത്. വാള് വന്നത് മലബാറിൽ നിന്നായിരുന്നു. മേൽത്തരം വാള് മലബാറുകാരുടെ ആയിരുന്നു. കുരുമുളക്, ഏലക്ക, ജാതിക്ക, ആനക്കൊമ്പ്, ചന്ദനം, മുത്ത്, അതല്ല കുരങ്ങ്, മയില്, കുരങ്ങിനെയും മയിലിനെയും കയറ്റി വെച്ചിരുന്നു. ഇത് സിഗ്നൽ ബോയ, ഷിപ്പ് ചാനൽ സിഗ്നൽ, കപ്പൽ ചാനലിന്റെ വഴികാട്ടി. അപ്പൊ നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ പഴയകാല കെട്ടിടങ്ങളൊക്കെ കാണാം. പഴയകാല ഗോഡൌൺസ് ആണ്. നൗ ചേഞ്ച് ടു ഫിലിം ഷൂട്ടിംഗ് ഏരിയ ആൻഡ് ആയുർവേദിക് സെന്റർ, ഹോട്ടൽസ്. പ്രേമം, പ്രണയം, ബിഗ് ബി, ആഷൻ ഹീറോ ബിജു ഷൂട്ടിംഗ് ഏരിയ, കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ, ആസ്വിൻ ബാൾ, ബ്രിട്ടീഷ് കമ്പനി പുരാന ഗോഡൌൺസ്, പഴയ ഗോഡൌൺസ് ആണ്. ആസ്വിൻ ബാൾ ബ്രിട്ടീഷ്. ഇനി റൈറ്റ് സൈഡ് ലാസ്റ്റ് കോസ്റ്റൽ ബ്രിഡ്ജ്, എന്റെയും വൈപ്പിൻ ഐലൻഡ്, ചെറിയ ദ്വീപുകളാണ്. ഗുണ്ടു ഐലൻഡ് 5 ഏക്കർ, താജ് ഹോട്ടൽ എന്റർടൈൻമെന്റ് ഐലൻഡ്. അപ്പൊ ചെറിയൊരു ദ്വീപ് കാണാം അവിടെ. 5 ഏക്കറാണ്. താജ് ഹോട്ടലിലെ വിനോദ പരിപാടികൾ അവിടെ നടക്കാം. ഇനി ഇവിടെ നോക്കാം. റോളോ സർവീസ്, വൈപ്പിൻ ടു ഫോർട്ട് കൊച്ചി, ഫോർട്ട് കൊച്ചി ടു വൈപ്പിൻ സർവീസ്, ട്രാൻസ്പോർട്ടിംഗ് സർവീസ്. 3 rupees per head. ബൈക്ക് 10 rupees, കാർ 50 rupees. നമുക്ക് അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ കേരളത്തിന്റെ വടക്കം ഭാഗത്തേക്ക് എളുപ്പത്തിന് പോവാം. അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ കന്യാകുമാരി അങ്ങോട്ട് എളുപ്പത്തിന് പോവാം ബൈ റോഡ്. Now we are entering the Arabian Sea. Today no waves. ഇന്ന് അറബിക്കടലിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഇന്ന് തിരമാലയില്ല, കടല് ശാന്തമാണ്. ഒരു കപ്പൽ, മണ്ണുമാന്തി കപ്പലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആളം തോട്ടും കപ്പൽ, തൂർവാര കപ്പൽ, ബർജർ ഷിപ്പ്. പക്കത്തില് ചീനവല ഇരിക്കുക, ചൈനീസ് ഫിഷിംഗ് നെറ്റ്. അപ്പൊ ചീനവലയാണ് ആ കാണുന്ന 2 സൈഡിലോട്ടാ. ചൈനയിലെ മക്കാവ് വലയെന്ന് ചൈനക്കാർ മുമ്പ് കൊണ്ടതാണ്. വേലിയേറ്റ സമയത്താണ് അതിന്റെ പ്രവർത്തനം. 6 പേര് കെട്ടയച്ചിടുമ്പോ വല വെള്ളത്തിന്റെ അടിപ്പും. പിന്നെ 5 വലിയ 10 മിനിറ്റ് കഴിയുമ്പോൾ അവർ വല വലിക്കുമ്പോൾ വല മുകളിലേക്ക് വരും. അതിൽ ഫിഷ് ഉണ്ടാവും, പോയിട്ടെടുക്കും. ചൈനീസ് ട്രഡീഷണൽ മെത്തേഡ്. ഈ 6 പേര് എന്താ ചീനവല ലൂസ് പണം കയറ്. ഇപ്പൊ വല കീഴെ തണ്ണീര് കീഴെ പോകും. ആഫ്റ്റർ 10 minutes or 5 minutes അവർ ലിഫ്റ്റ് പണം. വല മേലെ വരും, അതിൽ ഫിഷ് എടുക്കാൻ കളക്ട് പണം. ചൈനീസ് ട്രഡീഷണൽ മെത്തേഡ്. அந்த பக்கம் LNG ടെർമിനൽ, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ടെർമിനൽ, LNG ഷിപ്പ്. അപ്പൊ നമ്മുടെ വീടുകളിലെ അടുക്കളയിലേക്ക് ഇനി LPG ആയിരിക്കില്ല വരിക, പ്രകൃതി വാതകം, നാച്ചുറൽ ഗ്യാസ്. അത് പൈപ്പ് ലൈൻ വഴിയായിരിക്കും കിട്ടാം. ഫോറിൻ കൺട്രിയിൽ നിന്ന് കപ്പലിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഫിൽ പണി പൈപ്പ് ലൈൻ ടു തമിഴ്നാട്, കേരള, കർണാടക സപ്ലൈ. ബാക്ക് സൈഡ് ഫോർട്ട് കൊച്ചി ബീച്ച്, ഇൻക്ലൂഡിംഗ് നേവി ഫയറിംഗ് റേഞ്ച്, INS ദ്രോണാചാര്യ. അപ്പൊ ആ കാണുന്ന ഫോർട്ട് കൊച്ചി ബീച്ച് അപ്പുറത്താണ്. നേവിയുടെ വെടിവെപ്പ് പരിശീലന കേന്ദ്രം INS ദ്രോണാചാര്യൊക്കെ അവിടെയാണ്. വാസ്കോഡിഗാമ ലാസ്റ്റ് വന്ന സ്ഥലം. 1524 ഇങ്ങനെ died. First buried in here, St. Francis Church. Last buried in Portugal capital Lisbon Church. Famous singer KJ യേശുദാസ്, അവരെ വീടും ഇങ്ങതാണ്. അവരെ വീട് യേശുദാസിന്റെ വീട് ഇവിടെയുണ്ടാ. റോറോ നോക്കാം. റോളോ സർവീസ്. ഒന്ന് ഇവിടുന്ന് വിട്ടാ ഒന്ന് അവിടെ നിന്ന് വിടും. അപ്പൊ മുമ്പ് പാലവും റോറോവും വരുന്നതിന് മുമ്പ് ആ വഴിക്ക് പറൂര് വഴിക്ക് ഇവിടെ ചുറ്റിക്ക് ഇറങ്ങി വരാനായിട്ട് 1 മണിക്കൂർ എടുത്തിരുന്നു. ഇതിൽ ജസ്റ്റ് 5 minutes. മുന്നാടി എങ്ങനെ അന്ത വഴിക്ക് കറങ്ങി ഇങ്ങനെ വരാനായിട്ട് 1 hour ഇരുന്നു. ഇതില് റോളോ സർവീസിൽ ജസ്റ്റ് 5 minutes. ഇനി നോക്ക്, നിങ്ങൾ ചായ കുടിച്ചാണോ? ഹലോ, ചായ കുടിക്കാൻ നോക്കുകയാണെ 200 രൂപ ഉള്ളൂ ഒരു ചായക്ക്. 52 നേരം ചായ. അടിപ്പിക്കണോ? വേണ്ട. അപ്പൊ അത് ബ്രണ്ടൻ ബോട്ടിയാർ ഹോട്ടലാണ്.
യൂറോപ്യൻസ് പണിത ഹെറിറ്റേജ് ഹോട്ടലാണ്, ചെലവേറിയ ഹോട്ടലാണ്. വിദേശികളൊക്കെ വന്ന് താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഹോട്ടലാണ്. അപ്പുറത്ത് ചായക്കൊക്കെ 200 രൂപ തൊട്ട് മുകളിലേക്കുള്ളൂ. നേരത്തെ 150. ഞങ്ങൾക്ക് പറ്റിപ്പോന്നാണ് പറയാൻ കാരണം, അറിയാണ്ട് പോയി കുടിച്ച്. പിന്നെ 52 തരം ചായ കിട്ടും, അതനുസരിച്ച് പൈസ കൊടുക്കണമെന്ന് മാത്രം. ഇതാണ് കൊച്ചിൻ മുസിസ് ബിനാലെ നടന്ന ആസ്വിൻ ബ്രിട്ടീഷ് കമ്പനിയുടെ പഴയ ഗോഡൌൺസ്, ഇൻക്ലൂഡിംഗ് ഫിലിം ഷൂട്ടിംഗ് ഏരിയ. മീൻപിടുത്തക്കാരുടെ മീൻ കൊണ്ടുവന്ന് അടുപ്പിക്കുന്ന ചെറിയ ഫിഷിംഗ് ഹാർബറൊക്കെയാണ്. ഈ അവിടെ പാലത്തിന്റെ അടുത്തുണ്ട് ഫിഷിംഗ് ഹാർബർ, പിന്നെ തോപ്പുംപടിയിലുണ്ട് ഫിഷിംഗ് ഹാർബർ. നിങ്ങൾക്കൊക്കെ അവിടെ പോയിട്ട് മീൻ വാങ്ങിച്ചിട്ട് ഐസ് ഇട്ടിട്ട് പോകാം. ഇതാണ് ഭാരതീയ തടരക്ഷക് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സദേൺ റേഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സ് വിത്ത് ട്രെയിനിങ് സെന്റർ, തീരദേശ സേനയുടെ ആസ്ഥാനം, തീര കപ്പൽപ്പട. ഇനി നമുക്ക് അങ്ങോട്ട് വായ്പയെ കുറിച്ച് പറഞ്ഞില്ല. 1334 മഹാപ്രളയകാലത്ത് പൊങ്ങി വന്ന കരയാണ് വൈപ്പിങ്കര, തമിഴ് കടൽ വച്ച കര. പിന്നെ കുൾപ്പുള്ളി ബീച്ചിലേക്ക് നിങ്ങൾക്ക് കടലിലേക്ക് ഇറങ്ങാവുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ പുള്ളിലേക്ക് കുറച്ച് നടക്കാം. മോശമാണ്. ഇനി നമുക്ക് ഇങ്ങോട്ട് നോക്കാം. പഴയ കാലത്ത് ഗോഡൌൺസ് ഒക്കെ ആയിരുന്നു. പണ്ട് പാൽക്കപ്പലൊക്കെ കൂടെ അടുത്തിട്ടാണ് മലഞ്ചരക്കുകൾ കയറ്റിക്കൊണ്ടുവരുന്നത്. ഇപ്പോഴത്തെ ആയുർവേദ സെന്റർ ആക്കി മാറ്റിയിരിക്കുക. ലേഡി ഡോക്ടറൊക്കെ ഉണ്ട്, ഫോറിനേഴ്സ് ഒക്കെ വന്ന് താമസിച്ച് ചികിത്സ ചെയ്യുന്ന സ്ഥലം. അപ്പുറത്ത് ഹോട്ടലൊക്കെയാണ്. അതിന്റെ അപ്പുറത്ത് പ്രൈവറ്റ് ഫിലിം ഷൂട്ടിംഗ് ഏരിയ. ഇത് പ്രത്യേകം പറയാൻ കാരണം ഇപ്പോഴത്തെ പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകം അന്വേഷിക്കും. പക്ഷെ അതിൻ്റെ അകത്ത് പോയി ചായ Go.